ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേമയെ പുറത്തിറക്കാൻ വേണ്ടി സിദ്ധുവും രംഗനും സ്റ്റേഷനിലേക്ക് ചെന്ന സമയത്ത് റൂബിയും അവിടുത്തെ എസ്ഐയും കൂടി മോശമായി സംസാരിക്കുകയാണ്. അപ്പോൾ പോലീസ് പറയണേ, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള കേസല്ല ഇപ്പോൾ പ്രേമയുടെ പേരിലുള്ളത്, അതുകൊണ്ട് കോടതിയിൽ വെച്ച് ജാമ്യം വാങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയണേ, എങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കണം. അതിന് കുറച്ച് ബുദ്ധിമുട്ടും, ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക. 24 മണിക്കൂർ സമയമുണ്ട്, അതിനുള്ളിലാണ് കോടതിയിൽ ഹാജരാകൂ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോവാൻ നോക്കി, ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ രംഗം പറയാണ്, നിങ്ങൾ എൻ്റെ ഭാര്യയെ ഒരു തെറ്റും ചെയ്യാതെയാണ് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ പോലീസ് പറയണേ, ഇവിടെ കിടന്ന് ഷോ കാണിക്കാതെ മര്യാദയ്ക്ക് പോവാൻ നോക്കിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെയും പിടിച്ച് അകത്തിടും എന്ന് പറഞ്ഞപ്പോൾ സിദ്ധു പറയണേ, എങ്കിൽ അത് നടക്കട്ടെ സാറേ, അന്യായമായിട്ട് ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് വന്നതും പോരാ, അന്വേഷിക്കാൻ വന്ന ഞങ്ങളോട് മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടത്തെ നീതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതൊക്കെ ചെയ്യും. നിൽക്കുന്ന റൂബിയുടെ ഉപദേശത്തിലാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇവർ സസ്പെൻഷനിലാണെന്നുള്ളത് കൂടി സാറ് ഓർക്കണം. ഇതും കൂടി ചേർത്തായിരിക്കും ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത്, അതിന് സാറ് മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞ ഉടനെ പോലീസിന് ദേഷ്യം പിടിക്കാണ്. എങ്കിൽ നീ ചേർക്കണം പറഞ്ഞ് സിദ്ധുവിനെ അടിക്കാൻ വേണ്ടി കയ്യൊങ്ങാണ്. അപ്പോൾ സിദ്ധു തടയാണ്. സ്റ്റേഷനിൽ വന്ന് ഗുണ്ടായിസം കാണിക്കുന്നോടാ, വെറുതെ സാർ എൻ്റെ ദേഹത്ത് തൊടാൻ നിൽക്കരുത്, പോലീസാണെന്ന് കരുതി ദേഹത്ത് തൊടരുത് എന്ന് പറഞ്ഞ് സിദ്ധു പോലീസിന്റെ കൈ തടയുകയാണ്. ഗുണ്ടായിസം കാണിക്കാനല്ല സാറ് ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്, ഇവരോടല്ല കൂറ് വേണ്ടത്, യൂണിഫോമിനോടാണ്. ഈ ചെയ്യുന്നതിന് നിങ്ങളുടെ തൊപ്പി ഞാൻ തെറിപ്പിക്കും എന്ന് പറഞ്ഞ ഉടനെ തന്നെ പോലീസിന് ദേഷ്യം പിടിച്ചിട്ട്, എങ്കിൽ നീ അതൊന്ന് ചെയ്ത് കാണിക്കടാ എന്ന് പറഞ്ഞ് സിദ്ധുവിന്റെ ഷർട്ടിലൊക്കെ കയറി പിടിക്കുകയാണ്. അപ്പോൾ രംഗൻ സാറേ ഒന്ന് വിട് സാറേ എന്ന് പറഞ്ഞ് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് സാറ് വരികയാണ്. എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, പ്രതിയെ ഗുണ്ടായിസം കാണിച്ച് ഇവർ കൊണ്ടുപോകാൻ ശ്രമിക്കായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ റൂബിയോട് പറയണ, അല്ല നിങ്ങൾ സസ്പെൻഷനിലല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്? അപ്പോൾ സിദ്ധു പറയണേ, എൻ്റെ ചേച്ചിയെ ഒരു കാരണവുമില്ലാതെ ഇവിടെ പിടിച്ചോണ്ട് വന്നിരിക്കുകയാണ്, അതിനെക്കുറിച്ച് ചോദിക്കാൻ വന്നപ്പോൾ ഇവർ തട്ടിക്കയറുകയാണ്. അപ്പോൾ റൂബിയോട് വീണ്ടും പറയണേ, എസ് ഐ സാറ് നിങ്ങളിപ്പോൾ സസ്പെൻഷനിലായിട്ട് ഇവിടേക്ക് വന്നത് എന്തിനാണ് എന്ന് ചോദിച്ച ഉടനെ രംഗം പറയണേ, എൻ്റെ ഭാര്യയെ ഇവർ അടിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ, ആഹാ അങ്ങനെയും ഉണ്ടായോ, എങ്കിൽ ഇതിനുള്ള ഉത്തരം നീ പറഞ്ഞേ മതിയാവൂ, സസ്പെൻഷനിലായ ഒരാൾ എന്തിനാണ് പ്രതിയെ അടിച്ചത്, ഇതിന് നിങ്ങൾ മറുപടി പറഞ്ഞിരിക്കണം, ഇനി ഇവിടേക്ക് വന്നു പോവരുത് എന്ന് പറഞ്ഞ് റൂബിയോട് കുറച്ച് ദേഷ്യപ്പെട്ട് മോശമായി സംസാരിച്ചിട്ടാണ് റൂബിയെ എല്ലാവർക്കും മുന്നിൽ വെച്ച് നാണം കെടുത്തി പറഞ്ഞു വിടുന്നത്. അതോടുകൂടി റൂബി തലയും താഴ്ത്തി അങ്ങ് പോവുകയാണ്. ഇനി റൂബിക്ക് നല്ലൊരു പണിയാണ് കൊടുക്കാൻ പോകുന്നത്. റൂബിയുടെ സസ്പെൻഷൻ എന്നുള്ളത് ഇനി ഡിസ്മിസ് ആക്കുകയാണ് ഇനി സിദ്ധു ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എസ് ഐ സാർ റൂബി പോയി കഴിഞ്ഞ ശേഷം സിദ്ധുവിനോട് വക്കീലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സ്റ്റേഷനിലകത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല, പ്രേമയെ ഇപ്പോൾ ജാമ്യത്തിൽ വിടാൻ കഴിയില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ കഴിയില്ല, കാരണം FIR തയ്യാറാക്കിയിട്ടുണ്ട്, അതിൻ്റെ നിയമം എന്താണെന്നുള്ളത് സിദ്ധുവിന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ സിദ്ധു പറയണം, അല്ല സാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല, കോടതിയിൽ വെച്ചാണ് ഇനി പ്രേമയ്ക്ക് ജാമ്യം കിട്ടുമോ, നീ ഇനി അവിടെ പോയി സംസാരിക്കണം എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ സിദ്ധുവിന് നല്ല വിഷമാവാണ്. ഇനി പ്രേമയെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള എത്രയും പെട്ടെന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പ്രേമയുമായിട്ട് രംഗനും സിദ്ധുവും സംസാരിക്കുകയാണ്. അപ്പോൾ പ്രേമ പൊട്ടിക്കരഞ്ഞോണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ജയിലിൽ പോവേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ രംഗം പറയാണ്, നീ തന്നെ വരുത്തി വെച്ചതാണ് ഇതൊക്കെ, ഞാൻ അപ്പോഴും നിന്നോട്, ഞങ്ങളെല്ലാവരും നിന്നോട് പറഞ്ഞതല്ലേ പാമ്പിനെയാണ് നീ പാലൂട്ടുന്നത് എന്ന്, എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്ന് പറയാണ് പ്രേമ കരഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം അനുഭവിച്ചല്ലേ മതിയാവൂ എന്ന് രംഗം പറയട്ടോ. അങ്ങനെ ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, കോടതിയിൽ വെച്ച് ഞാൻ ചേച്ചിക്ക് ജാമ്യം എടുത്തോളാം, ചേച്ചി ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് സിദ്ധു ആശ്വസിപ്പിച്ച ശേഷമാണ് രംഗനും സിദ്ധുവും സ്റ്റേഷനിൽ നിന്നും പോകുന്നത്. ഈ സമയം ജയശങ്കർ സ്വാമിക്ക് വിളിച്ചിട്ട് പറയാണ്, അക്ഷരയും നിരഞ്ജനും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്, അവിടെ ദേവിക ഉള്ളത് കൊണ്ട് തന്നെ അവരെ എല്ലാവർക്കും മുന്നിൽ വെച്ച് നാണം കെടുത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അക്ഷരയെയും നിരഞ്ജനെയും ഇതിൽ നിന്നും തടയാൻ വല്ല വഴിയുമുണ്ടോ സ്വാമി എന്ന് ചോദിക്കുമ്പോൾ, എന്നെ അവർക്ക് കാണുന്നത് തന്നെ ദേഷ്യമാണ് ജയശങ്കർ സാർ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ തടയും, എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ അക്ഷരയും നിരഞ്ജനും ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. എന്നിട്ട് ദേവിക സിദ്ധുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് അക്ഷരയും നിരഞ്ജനും കയറി വരുന്നത്. അപ്പോൾ അക്ഷര ദേവിക എന്ന് പറഞ്ഞ ഉടനെ, വിളിച്ച ഉടനെ തന്നെ ദേവിക അങ്ങ് കൈകൊണ്ട്, മതി എൻ്റെ പേര് നിങ്ങൾ വിളിച്ചു പോവരുത്, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ട് അക്ഷരയോടും നിരഞ്ജനോടും സംസാരിക്കുകയാണ്. അപ്പോൾ അക്ഷര, ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ, ഇല്ല നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല, ഇതുവരെയും നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടല്ലോ, ഇനി നിങ്ങളോട്
നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവാട്ടോ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണേ, ദേവികയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് നേരത്തെ തന്നെ ദേവികയെ അറിയിക്കാമായിരുന്നു. അതുകൊണ്ടല്ലേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സാർ എന്ന് നിരഞ്ജൻ പറയണം. ദേവികയുടെ മനസ്സിൽ അധികകാലമൊന്നും ആരോടും ഒരു ദേഷ്യവും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളോടുള്ള ദേഷ്യമൊക്കെ മാറി നിങ്ങളെ മനസ്സിലാക്കാൻ ദേവികയ്ക്ക് കഴിയും എന്ന് പറഞ്ഞ് സിദ്ധുവിൻ്റെ അച്ഛൻ നിരഞ്ജനെയും അക്ഷരയെയും ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്നും പോകുമ്പോഴാണ് സ്വാമിയെക്കുറിച്ച് അക്ഷരയോട് നിരഞ്ജൻ പറയുന്നപ്പോൾ, എനിക്കൊന്നും കാണണ്ട അയാളെന്നെ എന്ന് പറയുമ്പോൾ, എങ്കിൽ നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് സ്വാമിയെ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ സ്വാമിയുടെ അടുത്തേക്ക് നിരഞ്ജൻ ചെല്ലാണ്. അപ്പോഴാണ് അവിടെ ശരവണനെ കാണുന്നത്. അപ്പോൾ ശരവണനല്ലേ ഇത് എന്ന് നിരഞ്ജൻ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയട്ടോ. അങ്ങനെ ശരവണൻ നിരഞ്ജനോട് എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി ഒരുങ്ങാണ്. സാറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരുന്നു, പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് സാറിനോട് പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ സ്വാമി പറയണേ, നീ ഒന്നും പറയണ്ട, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് നീ നിരഞ്ജൻ സാറിനോട് ഒന്നും സംസാരിക്കരുത് എന്ന്. അതെന്താ നീ പറഞ്ഞാൽ അനുസരിക്കില്ലേ എന്ന് പറഞ്ഞ് സ്വാമി ശരവണനെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്താവും ഇയാൾക്ക് പറയാനുള്ളത് എന്നുള്ള ഭാവത്തിലാണ് നിരഞ്ജൻ നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും ശരവണൻ പറയണേ, എനിക്ക് പൊന്നുമണിയെ കുറിച്ചല്ല പറയാനുള്ളത്, അതിലും വലിയ ഒരു രഹസ്യമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് സാറിനോട് ആ സത്യങ്ങളൊക്കെ തുറന്നു പറയണം എന്ന് പറയുമ്പോഴും വീണ്ടും സ്വാമി തടയാൻ, വേണ്ട, അതൊന്നും കേൾക്കാൻ ഇപ്പോൾ നിരഞ്ജൻ സാറിന് സമയമില്ല, നീ ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് പറയട്ടോ. അങ്ങനെ നിരഞ്ജനോട് ഇവിടെ നിന്ന് പൊയ്ക്കോ സാർ എന്ന് പറയണം. അപ്പോൾ നിരഞ്ജൻ പറയണേ, ഞാനിപ്പോൾ ഇതൊന്നും കേൾക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞ് നിരഞ്ജൻ പോകുമ്പോൾ ശരവണൻ പറയണ, സാറേ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കണം എന്ന് വീണ്ടും പറയുമ്പോഴും നിരഞ്ജനും അത് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിരഞ്ജൻ പറയണ, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ ശരവണൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ അവിടെ നിന്നങ്ങ് പോവാണ്. ഈ സമയം ശരത്ത് രണ്ട് ഗുണ്ടകളെ വിളിച്ചു വരുത്തിയിട്ട് മനോഹരനെ കൊല്ലാനുള്ള ചെയ്യാണ്. എന്നിട്ട് മനോഹരൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഇയാളിപ്പോൾ രാമേശ്വരത്തേക്കാണ് പോയിരിക്കുന്നത്, ഇനി അവിടെ നിന്നും ഇയാൾ ഒരിക്കലും തിരിച്ചു വരരുത്. ഇവിടെയുള്ളവരോട് ഞാൻ പറഞ്ഞുകൊണ്ട് രാമേശ്വരത്ത് നിന്നും കാശിക്ക് പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഞാൻ ഇവരോട് വിശ്വസിപ്പിച്ചോളാം. അത് ഇവർ കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു തെളിവും കൂടാതെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ വേണം നിങ്ങൾ ഇയാളെ എന്നെ തീർക്കാൻ. ആർക്കും ഒരു സംശയവും വരരുത്. പോലീസ് കേസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ, പോലീസിന് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാമേശ്വരത്ത് നിന്നും കാശിക്ക് പോയി എന്നുള്ളത് ഞാൻ വരുത്തി തീർക്കുക. പിന്നെ പോലീസിന് ഒരു തെളിവും ഉണ്ടാവരുത്. അഥവാ നിങ്ങൾ പിടിക്കപ്പെട്ടാലും എൻ്റെ പേര് ഒരിക്കലും നിങ്ങൾ പറയുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹരനെ കൊല്ലാനുള്ള കൊട്ടേഷൻ ശരത്ത് കൊടുക്കുന്നത്. അങ്ങനെ മനോഹരൻ്റെ ഫോട്ടോ ശരത്തിൻ്റെ ഫോണിൽ നിന്നും എടുത്ത ശേഷം അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ പാർവതിയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നിട്ട് പറയണ, അല്ല, ആ ദേവിക നമ്മൾ പറഞ്ഞത് പോലും കേൾക്കാതെയാണ് അവൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവളുടെ അഹങ്കാരത്തിന് ഇനി എന്തായാലും ഒരു മറുപടി കൊടുത്തേ മതിയാവൂ എന്ന് പറഞ്ഞ് പാർവതിയെ എരിപിരി കയറ്റാണ്ട്. അപ്പോൾ പാർവതി പറയണേ, നമ്മളിപ്പോൾ ഇതിലെന്ത് ചെയ്യാനാണ്, ഇവിടെ മനോഹരേട്ടനും കൂടി ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ, മനോഹരൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ അവളെ നിലക്ക് നിർത്താൻ നമ്മളെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞ് പാർവതിയെ എരിപിരി കയറ്റാണ്ടോ. ഇത് കേട്ടും കൊണ്ടാണ് നിത്യ വരുന്നത്. അപ്പോൾ നിത്യ പറയണേ, ദേവികടത്തി എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ പറയുന്നത് എന്ന് പറഞ്ഞ് നിത്യ ദേവികയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പാർവതിയും മുത്തശ്ശിയും അങ്ങ് അതിശയിച്ചു പോവാണ്. ഇതുവരെയും ദേവികയോട് ദേഷ്യമുള്ള നിത്യ എന്തിനാണ് ഇപ്പോൾ ദേവികയുടെ ഭാഗം നിന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. ഇനിയിപ്പോൾ മുത്തശ്ശിയും പാർവതിയും കൂടി ദേവികയെ ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്, അടിച്ചിറക്കി വിടുകയാണ്. ഇനി നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ദേവികയ്ക്ക് ആ വീട്ടിൽ നിന്നും കരഞ്ഞുകൊണ്ട് പടി ഇറങ്ങേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ നിത്യയ്ക്കൊന്നും തടയാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ ശരത്ത് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയും പാർവതിയും കൂടി ദേവികയെ മനോഹരനില്ലാത്ത ഈ അവസരത്തിൽ പുറത്താക്കാം എന്നുള്ള പ്ലാനാണ് അവർ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നത്. ഈ സമയം ഹോസ്പിറ്റലിൽ നിന്നും ദേവിക പോരുന്ന സമയത്താണ് സ്വാമിയെ വീണ്ടും കാണുന്നത്. അപ്പോൾ സ്വാമി തങ്കച്ചിയുമായി സംസാരിക്കുകയാണ് ദേവിക ഇവിടെ ഉള്ളതിനെ കുറിച്ച്. അപ്പോൾ ദേവികയുടെ അച്ഛനെയും ഇങ്ങനെ ആരോ കൊന്നതാണെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയട്ടോ. അതും ശരത്ത് തന്നെയാണ് എന്നുള്ള കാര്യം ഇനി അവസാനമാണ് അറിയാൻ പോകുന്നത്. അങ്ങനെ തങ്കച്ചി ശരത്തിനെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ തങ്കച്ചി പറയാണ്, നീ പലതും മറച്ചു വെച്ചാണ് ഇപ്പോൾ നല്ലവനായി നടക്കുന്നത്
എന്ന് എനിക്കറിയാം. എന്നിൽ പലതരം കള്ളത്തരങ്ങളുണ്ട് എന്നും എനിക്കറിയാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് നിന്റെ സഹായം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ശരത്തിനെ തങ്കച്ചി കയ്യിലെടുക്കുകയാണ്. ഇനി തങ്കച്ചിയോടൊപ്പം ശരത്ത് ചേരുകയാണ് കേട്ടോ. അപ്പോൾ സ്വാമിയാണെങ്കിലോ തങ്കച്ചിയെ വിളിച്ച് പറയുന്നുണ്ട് ദേവികയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പോഴാണ് ദേവിക അവിടേക്ക് വരുന്നത്. അപ്പോൾ സ്വാമി പറയാണ്, കുറ്റബോധത്തോടു കൂടി ദേവികയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ ദേവിക പറയാണ്, എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ സ്വാമി പറയാണ്, അത് പിന്നെ മോളെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കിനി ഒന്നും കേൾക്കാനൊന്നും താല്പര്യമില്ല എന്ന് നിരാശയോട് കൂടിയിട്ടാണ് ദേവിക സംസാരിക്കുന്നത്. എന്നിട്ട് സ്വാമി പറയാനുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെ അവിടെ നിന്നങ്ങ് പോവാണ്.